മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് മലയാളം എങ്ങനെ സെറ്റ് ആക്കാം എന്നുള്ളതാണ്. മലയാളം സെറ്റാക്കാൻ നമ്മൾ ഒരുപാട് ഒന്നും നമ്മൾ കഷ്ടപ്പെടേണ്ട, വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതിലാദ്യം നമ്മൾ മാറ്റേണ്ട ഒരു കാര്യം എന്താണ്, മലയാളം പഠിച്ചില്ലെങ്കിലും ഒക്കെ നമ്മൾ പാസ്സാവും. മലയാളം എന്താണ് നിസ്സാരം, ജുജൂബി എന്നൊക്കെ നമുക്ക് തോന്നുന്ന അല്ലേ, നേരത്തെ മുൻകൂട്ടി തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. മലയാളം നിസ്സാരമാണ്, കാരണം നമ്മൾ ജനിച്ച മുതൽ നമ്മൾ കേൾക്കുന്ന ഭാഷയാണ്, നമ്മൾ സ്വപ്നം കാണുന്ന ഭാഷയാണ്, നമ്മുടെ ഭാഷയാണ് അല്ലേ. അപ്പം അതിൻ്റെ ഒരു ഇഷ്ടക്കൂടുതലുകളും ഒരു എളുപ്പക്കൂടുതലും ഒക്കെ നമുക്ക് മലയാളത്തിലുണ്ടാവും. പക്ഷേ ആ എളുപ്പക്കൂടുതൽ പരീക്ഷ എഴുതുമ്പോൾ പലപ്പോഴും എന്ത് ചെയ്യും, ഈ മുൻകൂട്ടിയിട്ടുള്ള നമ്മളുടെ ഓവറായിട്ടുള്ള അല്ലേ, അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാത്തൊരവസ്ഥ പലപ്പോഴും നമ്മളെ കുഴിക്കൊണ്ട് ചാടിക്കുന്നുണ്ടാണ്. കാരണം മലയാളം വ്യക്തമായി മറ്റുള്ള സബ്ജക്റ്റിന്, അതായത് ഇപ്പോൾ മാത്സ് പഠിക്കുന്ന പോലെ ഇപ്പോൾ മലയാളം തലകുത്തിയിരുന്നു നമ്മൾ പഠിക്കേണ്ട. സയൻസ് പോലെ നമ്മൾ എന്താണ് അത്രയൊന്നും എഫേർട്ടൊന്നും മലയാളത്തിൽ ഇടാതെ തന്നെ ആവശ്യമുള്ള പ്രാധാന്യം, അതായത് കൃത്യമായി എല്ലാ പാഠഭാഗങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകണം. എല്ലാ പാഠഭാഗങ്ങളെക്കുറിച്ചുമുള്ള കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടാവണം. കാരണം കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ എങ്ങനെയാണ് നമുക്ക് ചോദ്യം വന്നത്, പാഠഭാഗത്തിന്റെ ഉള്ളിൽ നിന്നുമാണ് ചോദ്യം വന്നത്. ഇപ്പൊ കഥാപാത്ര നിരൂപണം, ഒരു പ്രയോഗത്തിന്റെ അല്ലെ എന്താ പറയാ, പ്രയോഗം വിശദമാക്കാൻ പറയുന്ന സമയത്ത് ആ പ്രയോഗം പാഠഭാഗത്ത് നിന്ന് എവിടുന്ന് ചോദിച്ചു, ഒരു സംഭാഷണത്തെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അതെവിടുന്ന്, ഏത് ഭാഗം, ഏത് കഥാപാത്രം ആരോട് എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ പെട്ടുപോകും അല്ലെ. കാവ്യ വിശകലനം 4 വരി തന്നിട്ട് ആ വരിയുടെ ആശയം ചോദിച്ചു കഴിയുമ്പോൾ എന്താണ്, തീർച്ചയായിട്ടും ആ വരി നമ്മൾ അറിഞ്ഞിരിക്കണം, ആ കവിത നമ്മൾ പഠിച്ചിരിക്കണം. ഇങ്ങനെ പാഠപുസ്തകത്തിന്റെ ഉള്ളിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ചോദ്യം ചോദിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കേണ്ടേടാ, പഠിക്കണം. അപ്പൊ അങ്ങനെ ഭയങ്കരമായിട്ട് എഫേർട്ടൊന്നും എടുക്കാതെ കൃത്യമായി നമ്മളുടെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ ക്ലാസ്സിലൊന്ന് 100% നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ എന്താണ്, ഒരുവിധ മലയാളത്തിന് നല്ല മാർക്ക് നമുക്ക് കിട്ടും അല്ലെ. പിന്നെ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് എഴുത്ത് മാതൃകകളുണ്ട്. അതായത് നമുക്ക് 7 മാർക്കിനുള്ള ചോദ്യം, 5 മാർക്കിനുള്ള ചോദ്യം, 3 മാർക്കിന് അല്ലെ, 2 മാർക്കിന്, 1 മാർക്ക്, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യത്തിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിൽ 7 മാർക്കിന് അധികം നമുക്ക് ചോദിക്കും ഉപന്യാസമായിരിക്കും, കഥാപാത്ര നിരൂപണമായിരിക്കും, ആസ്വാദന കുറിപ്പായിരിക്കും, മുഖപ്രസംഗമായിരിക്കാം അല്ലെ. ഇങ്ങനെ പല തരത്തിലുള്ള ചോദ്യ രീതികളുണ്ട് അല്ലെ. അപ്പൊ ഇതൊന്നും എന്താണ് ഒരുപോലെയല്ല എഴുതേണ്ടത്, ഇതെല്ലാം ഡിഫറെന്റ് ആണ്. മുഖപ്രസംഗം എഴുതുന്ന പോലെ നമുക്ക് ആസ്വാദന കുറിപ്പ് എഴുതാൻ പറ്റില്ല, അതുപോലെ ആയിരിക്കില്ല നമ്മൾ കഥാപാത്ര നിരൂപണം. അതിനൊക്കെ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഘടനയുണ്ട്, രീതികളുണ്ട്. അപ്പൊ ആ രീതി ഘടനയൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം അല്ലെ. അപ്പൊ പാഠഭാഗത്തെ കുറിച്ചുള്ള കൃത്യമായ ധാരണ, പിന്നെ ഈ പറയുന്ന ചോദ്യ മാതൃകൾ എങ്ങനെ എഴുതണം എന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് എന്താണ്, ചോദ്യത്തിനനുസരിച്ച് സമയത്തിനനുസരിച്ച് നമ്മൾ പരീക്ഷ എഴുതുക എന്നുള്ളതാണ്. പലപ്പോഴും പരീക്ഷാ ഹാളിൽ നമുക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ചിലപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ വിട്ടു, അത് 7 മാർക്കിന്റെ ചോദ്യമായിരിക്കും, പോയോ A+. അപ്പോൾ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് മലയാളം പരീക്ഷകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ ഇതൊക്കെയുമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇനിയുള്ള കുറച്ച് മാസക്കാലം നമ്മൾ ട്രെയിൻ ചെയ്യപ്പെടേണ്ടത് ഈ മേഖലയിലൊക്കെയാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ട്രെയിൻഡ് ആവേണ്ടത് അല്ലേ. അപ്പൊ സ്പീഡിൽ എഴുതാൻ പഠിക്കണം, പാഠഭാഗങ്ങൾ ഓരോന്നും കൃത്യമായി പഠിക്കണം. നമുക്ക് പാഠഭാഗങ്ങൾ മാത്രമല്ല ഉള്ളത്, അനുബന്ധ പാഠങ്ങളുണ്ട്, അനുബന്ധ വാക്യങ്ങളുണ്ട് അല്ലെ. ഇതൊക്കെ നമ്മൾ പഠിക്കണം. കവിയെക്കുറിച്ച് പഠിക്കണം, പ്രവേശകം പഠിക്കണം. ചാപ്റ്റർ മാത്രം പഠിച്ചാൽ പോരാ അല്ലെ. പിന്നെ പുറത്തുള്ള ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, നമ്മുടെ ഉള്ളിൽ എത്രത്തോളം ഭാഷ അറിയുക അല്ലെ, ഭാഷ എത്രയുണ്ട് എന്നറിയാനുള്ള ചോദ്യങ്ങൾ, ഇതൊക്കെ നമുക്ക് പരീക്ഷ പേപ്പറിൽ നമുക്ക് കാണാം അല്ലെ. അപ്പൊ നമ്മൾ എവിടെയും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ സൈലത്തിന്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ എവിടെയും തോറ്റു പോകാൻ പോകുന്നില്ല. നമ്മൾ നല്ല അടിപൊളിയായിട്ട് മലയാളത്തിന്റെ 40 മാർക്കും എന്ത് ചെയ്യും, നമ്മൾ സ്കോർ ചെയ്ത് എടുക്കുമെന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഈ ഒരു അക്കാഡമിക് ഇയറിൽ നമുക്ക് 3 യൂണിറ്റുകളിലായിട്ട് 9ഓളം പാഠഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. ഈ 9 എന്ന നമ്പർ പറയുമ്പോഴും ടീച്ചർ വീണ്ടും ആവർത്തിക്കുകയാണ്, ഈ 9 പാഠങ്ങൾ മാത്രമല്ല 3 യൂണിറ്റുകളുണ്ട്. അതിന്റെ പ്രവേശകം നമുക്ക് പഠിക്കാനുള്ളതാണ്, അനുബന്ധ പാഠങ്ങളുണ്ട്, അതേപോലെ തന്നെ എന്താണ് പ്രവേശകങ്ങൾ, ഓരോ പാഠഭാഗവും തുടങ്ങുന്ന സമയത്ത് അനുബന്ധ വാക്യങ്ങളുണ്ട്. ഇതൊക്കെ ചോദ്യരൂപങ്ങളാണ്, ഇതൊക്കെ പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കുന്നതാണ്. അതൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. അപ്പൊ ഈ 3 യൂണിറ്റിലുള്ള പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ. ആദ്യത്തെ യൂണിറ്റിന്റെ പേരാണ് നടക്കും തോറും തെളിയും വഴികൾ എന്നാണ് നമ്മുടെ ആദ്യത്തെ യൂണിറ്റിന്റെ പേര്. ഇതിൽ നമുക്ക് 3 പാഠഭാഗങ്ങളുണ്ട്. ശാന്തി നികേതനം, ഇതൊരു യാത്രാ വിവരണമാണ്. ഈ യൂണിറ്റ് മുഴുവൻ യാത്രകളെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. ശാന്തി നികേതനം എന്ന് പറയുന്നത് SK പൊറ്റക്കാട് ശാന്തി നികേതനം അല്ലെ, നമ്മുടെ ടാഗോർ സ്ഥാപിച്ചിട്ടുള്ള കലാ അല്ലെ വിദ്യാഭ്യാസ കേന്ദ്രത്തിലേക്ക് അദ്ദേഹം നടത്തുന്ന യാത്രയുടെ വിവരണമാണ് ശാന്തി നികേതനം എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്മാരകമാണ്, വീരാൻകുട്ടി മാഷൂർ അപ്പൂപ്പൻ താടിയുടെ അല്ലെ പറക്കത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു കവിതയാണ്. മൂന്നാമത്തെ എന്താണ്, മണൽ കൂനകൾക്കിടയിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്.
ഇത് എഴുതിയിട്ടുള്ളത് ആരാണ്? ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവൽ അറിയില്ലേ നിങ്ങൾക്ക്? സിനിമയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ നോവലിലെ ഒരു ഭാഗമാണ് മണൽക്കൂനകൾക്കിടയിലൂടെ എന്ന് പറയുന്ന നമ്മളുടെ ചാപ്റ്റർ. ഇനി നമ്മൾ സെക്കൻഡ് യൂണിറ്റ് നോക്കുകയാണെങ്കിൽ പദം പദം ഉറച്ചു നാം എന്നാണ് നമ്മളുടെ സെക്കൻഡ് യൂണിറ്റിന്റെ പേര്. അപ്പോൾ നമുക്കിപ്പോൾ സെക്കൻഡ് യൂണിറ്റ് എവിടെ തുടങ്ങി? നമ്മുടെ നിഞ്ച ബാച്ചിൽ സൈലത്തിൻ്റെ ആപ്പിൽ തുടങ്ങി കഴിഞ്ഞു ഓൾറെഡി. ആദ്യത്തെ യൂണിറ്റ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇനിയും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ 2.0 എന്ന് പറയുന്ന പുതിയൊരു ബാച്ച് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തുടക്കം മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങുന്നതാണ്. അപ്പോൾ ഇനിയും വൈകിയിട്ടില്ല എങ്കിൽ അല്ലേ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി വൈകിയിട്ടില്ല. ചേരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം 9ാം ക്ലാസ് എന്ന് പറയുന്നത് അത്രയും പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. 10ാം ക്ലാസ്സിൽ എന്നെ ഞാൻ ആലോചിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സിൽ വളരെ കുറച്ച് നമുക്ക് പഠിക്കാമല്ലോ. അതിൻ്റെ ബേസ് മുഴുവൻ കിടക്കുന്ന 9ാം ക്ലാസ്സിലാണ്. 9ാം ക്ലാസ്സിൽ നമ്മൾ ഉഴപ്പിക്കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ ഓരോ കാര്യവും പഠിച്ചു പോകുന്നതായിരിക്കും നമുക്ക് കുറേ കൂടെ എന്താണ് നമ്മുടെ ഭാരം കുറയ്ക്കുന്ന, പഠനം എളുപ്പത്തിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ 2.0 എന്ന് പറയുന്ന ബാച്ചിൽ ഇപ്പോഴും അഡ്മിഷൻ നടക്കുകയാണ്. പുതിയ ജോയിൻ ചെയ്യാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാച്ച് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ തുടക്കം മുതൽ എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നമ്പറിൽ വിളിക്കുക, ജോയിൻ ചെയ്യുക. ഓക്കെ, സെക്കൻഡ് യൂണിറ്റ് പദം പദം ഉറച്ചു നാം എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. ഇതിൽ വംശം, ദയ, തഥാഗത. വംശം എന്ന് പറയുന്നത് ഉറുമ്പുകളുടെ വംശത്തെക്കുറിച്ചുള്ള ഒരു കവിതയാണ്. വിജയലക്ഷ്മി എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. ദയ എന്ന് പറയുന്നത് ഒരു സിനിമയാണ്. മഞ്ജു വാര്യർ അഭിനയിച്ചുള്ള സിനിമയാണ് ദയ. ആ സിനിമയുടെ തിരക്കഥയെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. മൂന്നാമത്തത് തഥാഗത എന്ന് പറയുന്ന അഷിത എഴുതിയ ഒരു കഥയാണ്. ഇനി മൂന്നാമത്തെ യൂണിറ്റ് ആണ് ആരോഗ്യത്തിന്റെ രസക്കൂട്ടുകൾ എന്നാണ് യൂണിറ്റിന്റെ പേര്. ഈ യൂണിറ്റിൽ 3 പാഠങ്ങളാണ്. അല്പമല്ല ഭുജിക്കുന്നു, കുഞ്ചൻ നമ്പ്യാരുടെ ഒരു തുള്ളൽ കൃതിയാണ്. കിട്ടുമാവൻ എന്ന് പറയുന്ന തകഴിയുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയാണ്. ഭക്ഷണവും ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മാറുന്ന ഭക്ഷണ സംസ്കാരം അല്ലേ. അതിനെക്കുറിച്ചുള്ള ഒരു ലേഖനമാണ് ഭക്ഷണവും ആരോഗ്യം എന്ന് പറയുന്നത്. ഇങ്ങനെ വളരെ മനോഹരമായ ഭക്ഷണത്തെക്കുറിച്ച്, മാറുന്ന കാലത്തെ ഭക്ഷണ രീതിയൊക്കെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു യൂണിറ്റാണ് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മലയാളത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ മലയാളം സെറ്റ് ആക്കുകയല്ലേ നമ്മൾ. ഇതൊക്കെ ടീച്ചർ നിങ്ങളിങ്ങനെ പുഷ്പം പോലെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ട്രെയിൻ ചെയ്ത് അല്ലെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചോദ്യം ഏത് പാഠത്തുനിന്ന് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് മാറേണ്ടതുണ്ട്. അപ്പോൾ ഇനി ആലോചിച്ച് നിൽക്കേണ്ട, വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. സൈലത്തിൻ്റെ കൂടെ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം, മലയാളം സെറ്റാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഉഷാറായിട്ട് പഠിക്കുക കേട്ടോ. ബൈ.